ജവാന് ശേഷം കേരള സർക്കാർ വിപണിയിലെത്തിച്ച രണ്ടാമത്തെ ബ്രാൻഡ് മദ്യത്തിന് ഒരു പേര് നിർദ്ദേശിക്കാൻ വേണ്ടി അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയത്. അതിൽ ഒന്നാം സമ്മാനം കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ നിർദ്ദേശിക്കുന്ന അതും അല്ലെങ്കിൽ ഏറ്റവും കാവ്യാത്മകമായിട്ടുള്ള പേരിന് ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചതും അതിനെതിരെ ചില കുബുദ്ധികൾ കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഈ നടപടി സ്റ്റേ ചെയ്തതൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. കേരള പൊതുസമൂഹത്തിൽ ഇത് ചർച്ചാ വിഷയമായി എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു മഹത്തായ ആശയം അവതരിപ്പിച്ച നമ്മുടെ മഹാനായ മദ്യമന്ത്രി സഖാവ് എം പി രാജേഷ് സാമാന്യം പരിഹാസനാവുകയും ചെയ്തു. ജവാന് ശേഷം തീർച്ചയായിട്ടും സർക്കാരിന് പരിഗണിക്കാവുന്ന അല്ലെങ്കിൽ ഏത് മദ്യത്തിനും ധൈര്യസമേതം നൽകാവുന്ന ഒരു പേര് കപ്പിത്താൻ എന്നായിരുന്നു. പക്ഷേ അത് കേൾക്കുമ്പോൾ ചിലർക്ക് കേരള ചക്രവർത്തിയുടെ മുഖം ഓർമ്മ വരും എന്നുള്ളതുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട മദ്യവകുപ്പും മന്ത്രിയും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ഏതായാലും പൊതുജനങ്ങൾ നിർദ്ദേശിക്കുന്ന പേര് ഗാലപ്പോളിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ കാവ്യ മാധുര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകാനുള്ള പരിപാടി പരാജയപ്പെട്ടതിനെ തുടർന്ന് സർക്കാരിലിരിക്കുന്ന ബുദ്ധിമാന്മാർ തന്നെ ആലോചിച്ച് ഒരു പുതിയ പേരിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് സർക്കാരിൻ്റെ പുതിയ ബ്രാൻഡിന് മലബാർ മിസ്റ്ററി എന്ന് പേര് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് എല്ലാവരും അറിഞ്ഞു. ഇനി മലബാർ മിസ്റ്ററി അടിച്ച് പാമ്പായി കിടക്കാം എന്ന് ആലോചിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സർക്കാരിലെ തീരുമാനം പിന്നെയും മാറ്റി. ഈ മലബാർ എന്ന പേര് കേട്ട് ആരെങ്കിലും വികാരം വ്രണപ്പെടേണ്ട എന്ന് കരുതിയിട്ടാവും, അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യ തന്നെ ഒരു പക്ഷേ വിലക്കി കാണും. അങ്ങനെ ആ പേര് മാറ്റിയിട്ട് മിന്നൽ മാജിക് എന്നാക്കി. ഇത് എന്തൊരു വാക്ക്, എന്തൊരു പേര്! നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. മിന്നൽ എന്നുള്ളത് മലയാള വാക്കും മാജിക് എന്നുള്ള ഇംഗ്ലീഷുമാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്നപ്പോൾ ഒരു മംഗ്ലീഷ് വാക്കാണ് ഉണ്ടായിട്ടുള്ളത്, മിന്നൽ മാജിക്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ചില ഗുണ്ടകളെയൊക്കെ മിന്നൽ പരീത് എന്നൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ഒന്നുകിൽ ഗുണ്ടകളുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഒരു പര്യായ പദമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാനപ്പേരാണ് മിന്നൽ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞ പ്രസിദ്ധനായ വലിയ മർദ്ദകനായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മിന്നൽ പരീത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗുണ്ടയെ പറ്റിയും ഞങ്ങളുടെ നാട്ടിൽ പണ്ട് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ രണ്ട് മിന്നലുകൾക്ക് ശേഷം പിന്നെ മലയാളത്തിൽ നമ്മുടെ വെള്ളിത്തിരയെ സമ്പന്നമാക്കിയ വേറൊരു മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. മിന്നൽ മുരളിയും കഴിഞ്ഞതായി ഇപ്പം മിന്നൽ മാജിക് വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൃത്താലയിലെ വോട്ടർമാർ വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനം കൈക്കൊള്ളും. അതിനുശേഷം നമ്മുടെ മന്ത്രി മിന്നൽ രാജേഷ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏതായാലും മിന്നലേ ആയിട്ടുള്ളൂ, ഇടി പുറകെ വരും. കാരണം ഈ പ്രകാശത്തിന് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട്. ആദ്യം മിന്നലുണ്ടാവും, പിന്നീട് ഇടിവെട്ട് കേൾക്കും. അത് കഴിയുമ്പോൾ അറിയാം എത്ര ആൾക്ക് പൊള്ളലേറ്റു, എത്ര ആൾ മരിച്ചു, എന്തൊക്കെ കലാമിറ്റി ഉണ്ടായി എന്നുള്ള കാര്യം. മിന്നൽ മാജിക് ഏത് നിലക്കും ഉപഭോക്താക്കളെ നിരാശപ്പെടുത്തുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൽ മദ്യപാനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കുറയാൻ ഒരു സാധ്യതയില്ല. ജവാൻ പോലെ ഒരു വമ്പിച്ച ജനപ്രിയ ഉൽപ്പന്നമായിട്ട് മിന്നൽ മാജിക് മാറട്ടെ. ഈ മഹത്തായ ഉൽപ്പന്നം വിപണിയിലിറക്കിയതുകൊണ്ട് മന്ത്രി രാജേഷിൻ്റെ പേരും ആഭ്യന്തര താരം നിലനിൽക്കട്ടെ. മിന്നൽ മാജിക്കിനും മിന്നൽ രാജേഷിനും വിജയാശംസകൾ നേരുന്നു. തൃത്താലയിലെ വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിവേകപൂർവ്വം വിനിയോഗിക്കും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ലാൽ സലാം.